കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിലാമകളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 25-ാമത്തെയും 26-ാമത്തെയും വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു: തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത് എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അനേക നന്മകൾ വാങ്ങിയ യെരേമ്യ പ്രവാചകൻ വിലാപങ്ങളുടെ പുസ്തകം എഴുതുമ്പോൾ എഴുതുകയാണ്: തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ എന്ന്. അതുമല്ല, യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിപ്പൻ എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ കഷ്ട ദിവസത്തിൽ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കണ്ണുനീരുകളും വേദനകളും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട്, പ്രാർത്ഥന മുഖാന്തരം നാം കൊടുത്തിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ തക്ക സമയത്ത് ദൈവം പ്രതിഫലം തരുവാൻ ശക്തനെന്ന് പ്രവാചകൻ മുഖാന്തരം ഈ സമയത്ത് പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഏത് ആവശ്യമായാലും വിശ്വാസത്തോടെ കാത്തിരുന്നാൽ നിർബന്ധമായും നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു ദൈവഹിതം വെളിപ്പെടും എന്ന് വചനം പറയുന്നു. ആയതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസഘട്ടത്തിലും ദൈവത്തിനെ കാത്തിരിക്കേണ്ട കൃപ ദൈവം നമുക്ക് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഈ ലോക യാത്രയിൽ കർത്താവെ, കഠിനങ്ങൾ നിറഞ്ഞ ഈ പാതയിൽ കർത്താവെ, ഞങ്ങൾ ഒരുപാട് ആവശ്യങ്ങളുടെയും അത്യാവശ്യങ്ങളുടെയും മധ്യയിലായിരിക്കുന്നു. അങ്ങയുടെ വചനത്തിന് മുഖാന്തരം, പ്രവാചകൻ മുഖാന്തരം നീ പറയുകയാണ്: നിനക്ക് വേണ്ടി നിന്നിൽ കാത്തിരിക്കുന്നവൻ കർത്താവ് എല്ലാ നന്മയ്ക്കായി ചെയ്യുന്ന നീ എന്ന്. കർത്താവ്, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നല്ലതെന്ന് പ്രവാചകൻ കൂടെ നീ പറയുമ്പോൾ ഞങ്ങളും കർത്താവ് വിശ്വാസത്തോടെ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരുന്ന് നന്മകൾ പ്രാപിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.